അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചൂണ്ടലുണ്ടാക്കി. ചൂണ്ടൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലായിടങ്ങളിലൊക്കെ ഫിറ്റ് ചെയ്ത് അത്തരം പരിപാടികളൊക്കെയാണ് ചെയ്തു തരുന്നത്. അതിൻ്റെ ബാക്കി അപ്ഡേഷനാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഇതിനകത്ത് വേറെ ഹായ് ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പാടത്താണ്, തോടിൻ്റെ വക്കിലാണ്. ഞാൻ അത് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ എങ്കിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഇന്നലെ ചെക്കന്മാർ രാത്രിയിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇതുവഴിയൊക്കെ രാത്രി സഞ്ചരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അവർക്കറിയില്ല ഇത് ഞാൻ അങ്ങനെ ഒരു കെണിയോടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരതവേ ഏതെങ്കിലുമൊക്കെ ഒന്ന് രണ്ടെണ്ണത്തിൽ മീനുള്ളത് നമുക്ക് അറിയുമല്ലോ, വെട്ടുമല്ലോ. കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവരെന്നെ കൊണ്ടുപോയിട്ടുണ്ടാവും. പ്രശ്നമല്ല, അവരുണ്ടെങ്കിൽ മീൻ ഉണ്ടെങ്കിൽ പിടിച്ച് കൊണ്ടുപോയിക്കോട്ടെ, അത് വിഷയമല്ല. പക്ഷെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറ്റില്ല, ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ഫസ്റ്റ് തന്നെ നമ്മളൊന്ന് വെച്ചിരുന്നത് ഈ പാലത്തിൻ്റെ അവിടെ ഒരു വേസ്റ്റിൻ്റെ അവിടെയായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കുപ്പി തന്നെ, ആ കുപ്പിയാണ് ഈ കുപ്പിയിലെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വരണമല്ല നമ്മൾ വെച്ച് ഇങ്ങനെ മുട്ടുത്തിയാണ്ട് എടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ടാവും. ഒരു കോയാട്ടിൻ്റെ കേട്ടോ. നമ്മൾ ബ്രാലിന് വേണ്ടി വെച്ചതാണെങ്കിലും നമ്മൾക്ക് ആദ്യത്തെ തന്നെ കോയാട്ടിനെ കിട്ടിയിട്ടുണ്ട്. ഒരു കോയാട്ടിയിൽ നിന്നാണ് നമ്മുടെ തുടക്കം. അപ്പം പിന്നെ അവർ വല്ല കൊണ്ടുപോയിട്ടൊന്നുമില്ല. കോയാട്ടി ഇതിന് ഞങ്ങളിവിടെ കോയാട്ടി എന്ന് പറയാം. ജീവനുണ്ട്, കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ജീവനോടെ കൊണ്ടുപോകാൻ ഞാൻ ബക്കറ്റൊന്നും എടുത്തിട്ടില്ല, ബക്കറ്റ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. നമുക്ക് അടുത്ത് പോയി നോക്കാം. അവിടെ താഴത്താണല്ലേ, വെള്ളത്തേക്ക് ഇറങ്ങാതെ എടുക്കാൻ വേണ്ടിയിട്ടൊരു വടി എടുത്തിട്ടുണ്ട് ഞാൻ. വെള്ളത്തേക്ക് ഇറങ്ങണേനല്ല, തൽക്കാലം എനിക്ക് ഇറങ്ങാതെ മടി. അങ്ങനെ കിട്ടുമല്ലോ. അതുപോലെ ഒന്നും ഇല്ല കേട്ടോ. ഇതുമ്മ കണ്ടങ്ങൾ വെറും കൊക്ക മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. മീനിനെ തിന്നിട്ടുണ്ട്, മീനും ഇല്ല ഇതുമ്മലൊന്നും. നമ്മൾ കോർത്ത് സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ്. നട്ടി ഞൊരന്നതാ ഇവിടെ ഇട്ടിട്ടുണ്ട് നമ്മൾ. ഇതുമ്മലൊന്നും പോയ നമ്മൾ കോർത്ത മീൻ ഇതുമ്മലൊന്നുമില്ല. ഇതുമ്മലൊരു ബ്രാല് കിടക്കുന്നുണ്ട് കേട്ടോ. അത് ഇതുമ്മലാണോ എനിക്കറിയില്ല. എന്തായാലും ഇവിടെ ഒരു ബ്രാലുണ്ട്. ഇതുമ്മ തന്നെയാണ്. ഓക്കെ, ഒരു ബ്രാല് നമുക്ക് കിട്ടിയാണ്. ഒരു ബ്രാല്, ഇത് ചെറുതാണ്. എന്താ ചെറുതാ, നമ്മുടെ കുപ്പിക്കണിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഈ ഒരു ബ്രാല്. കൊള്ളാമല്ലേ? അവർ രണ്ട് മീൻ കിട്ടിയപ്പോൾ ചെറുതെന്നൊക്കെ വളരെ ചെറുതാണ്. എന്താ ആകെ എത്ര വലിപ്പമുള്ളൂ. പക്ഷെ എന്നാലും നമ്മളുടെ പരിപാടി സക്സസ് ആയി എന്നുള്ളതാണ്. ഒരെണ്ണം ബ്രാലിനെ കിട്ടുമല്ലോ അല്ലേ? ഞാൻ അതാ ചിന്തിക്കണം. ഞാൻ നമ്മളുടെ മറ്റേ മീനുണ്ട് അവിടെ, അപ്പോൾ അവനെ കൂടി എടുക്കണം. എന്തല്ലേ, കൊള്ളാം ബ്രാല്. അപ്പോൾ അടിപൊളിയായി, നമുക്കൊന്നിനടിച്ചിരിക്കുകയാണ്. ഇതുമ്പോൾ വലിയൊരു മീൻ കുടുങ്ങിയിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഞാൻ തിന്നാൻ പറ്റാത്ത പോലായിട്ടുണ്ട്. ഇതാകെ ചീഞ്ഞിട്ടുമുണ്ട്, മുയ്യായിരുന്നു, തിന്നാൻ പറ്റാത്ത പോലായിരുന്നു. മറ്റുള്ള മീനുകളൊക്കെ കടിച്ചിട്ട് ഇതാകെ സീനായിട്ടുണ്ട് ഈ മീൻ. എന്തായാലും തൽക്കാലം അടക്കട്ടെ. എനിക്കൊരു പേവ് വെച്ചത് എന്താ വെച്ചാൽ രാത്രിന് എടുക്കണമെന്ന് തോന്നിക്ക്. ഇതിമത്തൊന്നും ഈർപ്പനല്ലേ അമ്മേ, പൊട്ടി, ഈർപ്പ പൊട്ടി. അതവിടെ എവിടെ കുടുങ്ങിയതാ, എന്തോന്നും കുടുങ്ങിയതാ. ഇതൊക്കെ കരോത്തൊക്കെ പോയിട്ട് കരോത്തൊക്കെ വന്നാണ്ട് ആരാണ് ഇതൊക്കെ തിന്ന്.
കരോത്ത് വന്നാണ്ട് ആരോ തിന്നു. കുപ്പികളെല്ലാം നമ്മൾ കിട്ടണ കയറ്റം കേട്ടോ. പൊട്ടിയതെന്നല്ല, നമ്മൾ കിട്ടിയതെന്നല്ല, തോട് നമ്മളെ കൊണ്ടുവന്നിട്ട കുപ്പികൾ നിറയരുത്. ഇത്ര ആഴണ്ടേ, ഒരിക്കൽ ആയ കുറഞ്ഞു. ഇനി പട്ടാക്കണ പൊള്ളക്കണടാ, വെട്ടണടാ. ഇതൊന്നും ഞാൻ കിട്ടിയിട്ടില്ല. അവിടെ വിട്ടെടുക്കിട്ട് ഈശ്വര, അതെന്താണ് സാധനം? ഇതെവിടെ? ഇത് കളി അല്ല മലമ്പാമ്പാണോ? നല്ലൊരു സാധനം കിട്ടിയത്. ഗുമ്മനാണവൻ, ഗുമ്മൻ. ഇപ്പോൾ കിട്ടിയത് ഒരു മെച്ചുള്ളത് ഇവനാണ്. ഇവനാണ് പുല്ലിലായതുകൊണ്ടേ നല്ല സുഖമായിട്ട് അടിച്ച് കിടക്കായിരുന്നു. എന്തല്ലേ, ഓ കൊള്ളാട്ടാ സാധനം. ഇവന് അത്യാവശ്യം വലുത്, നല്ല നന്നായിട്ട് മുണുങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ മുണുങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒറ്റയടിക്കൊന്നും കൊക്കൊന്നും കിട്ടില്ല. നല്ല രീതിയിൽ മുണുങ്ങിയിട്ടുണ്ട്. എന്താ ഉള്ളതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കൊക്ക കാണുന്നില്ല. അണ്ണാക്കിലാണ് കൊളുത്തിയിട്ടുള്ളത്. പക്ഷെ ഇവനാണ് നമുക്കിപ്പോൾ കിട്ടിയതിൽ ഒരു നല്ലൊരു സാധനം എന്ന് പറയുന്നത്. ഇത്ര ഉള്ളെങ്കിലും പക്ഷേങ്കിൽ ഇവനാണ് ഇപ്പം നമുക്ക് കിട്ടിയതിൽ ഒരു മുടുക്കം. ഇനി വല്ലതും ഉണ്ടോ നോക്കാം. ഇതിൽ ഇനി ഒരു 3 കൂടി ഉണ്ട്. ബാക്കിയൊക്കെ എടുത്തു. നേരെ കൊണ്ടുപോയി കവർക്ക് വെക്കട്ടെ കേട്ടോ. സന്തോഷമുണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടതിന് അതിൻ്റെതായ ഫലം കിട്ടുമ്പോൾ. അപ്പോൾ ഞാൻ തന്നെ ഈ വീഡിയോ എടുക്കാനൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഒരു ലൈക്ക് അടിക്കാൻ, ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതും ഒരു പ്രോത്സാഹനമാണ്. ഇതും തന്നെ ഒരു പ്രോത്സാഹനമാണ്. ഇതിനകത്ത് വേറെ നന്നായിട മോനെ, നന്നായി. ഇങ്ങോട്ട് വരൂ. ഇതാട്ടാ മറ്റേതിനെക്കാട്ടി സൂപ്പർ. ഇതാണ് സാധനം. ഇത് നല്ല സാധനമാണല്ലോ. ഇതിൻ്റെയൊക്കെ നന്നായിട്ട് വായനകത്തൊക്കെ നന്നായിട്ട് കുടുങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ കിട്ടിയതിൻ്റെ ഇപ്പോൾ കിട്ടിയതിനെക്കാട്ടിലൊക്കെ ഏറ്റവും വലുത് ഇപ്പോൾ നമ്മുടെ ടീമിൽ ഇവനാവാനാണ് സാധ്യത. ഇവനൊരു കില്ലാടി തന്നെയാണ്. നമുക്ക് ഒറ്റയ്ക്കായതുകൊണ്ടേ വീഡിയോ എടുക്കാൻ നമ്മുടെ കൂടെ ആരും ഇല്ലല്ലോ. ഒറ്റയ്ക്കായതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു വിഷ്വൽ ക്വാളിറ്റി ശരിക്കും തരാൻ വേണ്ടി എനിക്ക് കഴിയണില്ല. അല്ലാന്നാണെങ്കിൽ ഇതൊക്കെ അടിപൊളിയായിട്ട് ക്വാളിറ്റി തരാൻ വേണ്ടി പറ്റുന്ന സംഭവങ്ങളാണ്. നന്നായിട്ട് വായിലാട്ട് അടിച്ച് കയറിയിരുന്നു. പുല്ല് അങ്ങോട്ട് വലിച്ചപ്പോൾ കയറ്റിയതാണ് അവൻ. എന്നാലും പ്രതീക്ഷിച്ചല്ലേ ഞാനിനി ഇതുമുണ്ടെങ്കിൽ തന്നെ അവർ കൊണ്ടുപോയിട്ടുണ്ടാവും എന്നൊക്കെ കരുതിയതാണ്. പക്ഷേങ്കിൽ ആ നേരത്തെ കുടുങ്ങിയിട്ടുണ്ടാവില്ല. അല്ലാന്നാണെങ്കിൽ അവർ കൊണ്ടുപോയിട്ടില്ല. ആ നേരത്തെ കൊണ്ടുപോയില്ല. കാരണം ആ മീൻ അത്രയും ചീഞ്ഞില്ലേ, നമുക്കൊരു മുഴി കിട്ടിയത് അത്രയും ചീഞ്ഞ് പോയില്ലേ. ഇത് ഞാൻ ഈ പുല്ലോട് കൂടിയിട്ട് എന്തൊക്കെ ഇടുകയാണ്. പിന്നെ ക്ലീനാക്കാം നമുക്ക്. ഇനിയും ഉണ്ട് ഇതിനകത്ത് കൂടെ. ഇതിനകത്താണ് നമ്മളുടെ പ്രതീക്ഷ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്തായിരുന്നു കൂടുതൽ വെക്കേണ്ടിയിരുന്നത്. പക്ഷെ ഞാൻ ഇതിനകത്ത് വെക്കാതെ ഞാൻ അപ്പുറത്തൊക്കെ ആയിട്ട് കുറേ വെച്ചായിരുന്നു. എനിക്ക് ചിലതെടുക്കുമ്പോൾ നോക്കണം, വേറെ എന്തെങ്കിലും ജന്തുക്കളെ. എനിക്ക് അത്ര വലിയ ധൈര്യമില്ല ആണെന്നല്ല. ഇതുവരെ ഒരു കോയാട്ടി ഉണ്ട് കേട്ടോ. ഇവിടെ ഇട്ട 3 എണ്ണം ഇട്ടിരുന്നു. പക്ഷേ ഇത് പിടക്കില്ല സാധനം. ഈ സാധനത്തിൻ്റെ പിട കുറച്ച് നേരം കഴിഞ്ഞാൽ കഴിയേ. ഇവിടെ ഞാൻ 3 എണ്ണം ഇട്ടിരുന്നു. പക്ഷേ 3 എണ്ണം എടുത്തു. ആ 3 എണ്ണത്തിൽ മീനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ആണ് മീനുകളുടെ ഒരു ഏരിയ അല്ലേ. ഓക്കെ. ഇതിനകത്ത് ഇനി ഇവിടെ എവിടെ ഇല്ലല്ലോ. ഇവിടെ ഇല്ല. ടീമിലൊക്കെ കുടുങ്ങുമെന്ന് പറയുമ്പോൾ നല്ല രസമായി. അതിനകത്ത് അവിടെ ഒരു കുപ്പിയുണ്ടോ? അതും ഉണ്ട് കേട്ടോ. പക്ഷെ അത് ചത്ത് ഏട്ടാ. ചത്താൽ മാത്രം പോരാ, അവന് പരിക്കും പറ്റിക്കണല്ലോ. അതെങ്ങനെ അങ്ങനെ സംഭവിക്കുന്നു? എന്തോ വലിയ കാര്യപ്പെട്ടൊരു സാധനം വന്നിട്ട് തിന്നുന്നുണ്ട് ഇതിന്. മനസ്സിലായോ? ആ തിന്നതിന് കിട്ടീനെങ്കിൽ ഒരു രണ്ടാളും നല്ല മൽപ്പിടുത്തം നടത്തിയത്. അതിൻ്റെ നല്ലൊരു അടിപൊളി ബ്രാലായിരുന്നു. പക്ഷേ എങ്കിൽ കടിച്ച് നിൽക്കാനുള്ളത് അല്ലേ. ഒരു ഇവിടെ കണ്ട ഷാർപ്പായിട്ട് അരിഞ്ഞെടുത്തതുപോലെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിലിങ്ങനെ കയറി തിന്നിക്കുകയാണ്. പക്ഷേ നല്ലൊരു ബ്രാലായിരുന്നു.
മിസ്സായിപ്പോയി എനിക്ക്. അപ്പോൾ ഇവിടെ കേട്ടോ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് ചൂണ്ട നമുക്ക് എടുക്കണം. അപ്പോൾ എനിക്കിങ്ങനെ വെക്കുന്നവരോട് പറയാനുള്ളത് അധികം ലേറ്റ് ആവാതെ വന്ന് എടുക്കുന്നുണ്ടാവും നല്ലത്. ഉള്ളത് 2 ആണെങ്കിലും മറ്റേ നല്ല രീതിയിൽ തന്നെ കിട്ടും. മനസ്സിലായില്ലേ? അപ്പം ഇനി അടുത്തോട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ സൈഡിലേക്കൊക്കെ ഉണ്ടാവും. ഇനി ഇതന്നെ ഉള്ളൂ ഒന്ന്. അത്യാവശ്യമൊക്കെ എടുത്ത് നമ്മൾ ഇതുമ്മത് ഇവിടെ കാണാനൊന്നുമില്ല. അവിടെ പൊന്തിക്കണതോ താന്നിക്കണതോ അല്ലെങ്കിൽ അതിനൊരു വലിയൊന്നും കാണാനില്ല. ഇല്ല അല്ല. ഇനി ഒരെണ്ണം കിടക്കുന്നത് നടുക്കാണ്. അത് മീൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എടുക്കൽ നിർബന്ധമാണ്. കുപ്പി നമുക്ക് അവിടെ ഇട്ട് പോകാൻ വേണ്ടി പറ്റില്ല. ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മളുടെ എല്ലാ കുപ്പികളും നമ്മളെടുത്തു. ഇതിലായിരുന്നു നമുക്ക് കൂടുതലായിട്ട് കിട്ടിയിരുന്നത്. കൂടുതലാണ് 2 വേറെ കിട്ടിയതായില്ലാണ്. പിന്നെ ഇനി എവിടെ ഞാൻ വെച്ചിട്ടില്ല, കഴിഞ്ഞു. ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള മീനുകൾ. അതുപോലെ തന്നെ നമ്മുടെ കുപ്പികൾ ഇത് 18 ഉള്ളൂ. അപ്പോൾ ബാക്കി 5 കൂടി ഉണ്ട്. അത് 2 ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ബാക്കി 3 അഡ്രസ്സില്ല. അഡ്രസ്സ് നമ്മൾ ഒന്നുകൂടി സെർച്ച് ചെയ്ത് നോക്കും കിട്ടുമല്ലേ എന്നുള്ളത്. ഇതാണ് നമുക്ക് ആക്സിഡൻറ്റ് കൊലപാതകം കഴിഞ്ഞിട്ട് കിട്ടിയ ഒരു മീൻ. ഇത് പിന്നെ നമുക്ക് തിന്നാൻ വേണ്ടി പറ്റാത്തൊരു മീനാണ്. വേറെ നല്ല ഇതിനും തന്നെ കടികളായിട്ടിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ മുറികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനും തന്നെ ഞാൻ എടുക്കുന്നില്ല, ഇത് എടുക്കില്ല. പിന്നെ ഇതാണ് നമുക്ക് ഫ്രഷായിട്ട് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ. ഇതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ജീവനുള്ളതായിരുന്നു. ഇതിനൊക്കെ ഞാൻ ഇപ്പോൾ ഒന്ന് തല പൊട്ടിച്ചതാണ്. തല പൊട്ടിച്ച് കൊന്നതാണ് ഇതൊക്കെ. വാവ്, കൊള്ളാലേ. അപ്പോൾ ഇത്തരത്തിൽ കുപ്പിമ ചൂണ്ടൽ കെട്ടി മീൻ പിടിച്ച് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാതായി അല്ലേ. അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. സംഗതി പൊളിച്ച പരിപാടിയായി പോയി. ഇവനിപ്പോഴും നല്ല ജീവനുണ്ട്, ശിവനില്ല. എന്നാലും കൊള്ളാം, അടിപൊളി, നല്ല സൂപ്പർ സാധനങ്ങളാണ്. ആര്യാ ഇവിടെ വന്നോക്ക. 2 കിട്ടിയേക്കണേ. ഇവിടെ വന്നോക്കെ. അതെന്താ അറിയോ? എന്താ മീന്? ഇതാണ് ബ്രാൽ മീൻ കേട്ടോ. ഇല ഉണ്ടാവില്ല. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലീനിങ് പരിപാടി നോക്കണം. അമ്മ പോയോ? നമ്മളുടെ മീനിനെ നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ മീനിനെ വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള കാര്യമാണ്. നല്ല തോലൊക്കെ കളഞ്ഞേണ്ട. സെറ്റപ്പായിട്ടുണ്ട്. ഇതിന് ഞങ്ങളുടെ കോയാട്ടി എന്ന് പറയുന്ന മീനാണ്. ഇത് ബ്രാലാണ് കേട്ടോ. അപ്പോൾ ഈ മീൻ ഇത് സാധാരണ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും നന്നാക്കുന്ന രീതി എന്ന് പറയുന്നത് റോട്ടിലോ അല്ലെങ്കിൽ പാറയുടെ പുറത്തോ പാലത്തുമ്മലോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരേയുള്ള സ്ഥലത്തിട്ട് ഒരത്തിയിട്ട് ഇതിൻ്റെ ചേള എന്ന് പറയാം, അതിൻ്റെ ചെളുക്ക എന്ന് പറയാം, ചെളുക്ക കളഞ്ഞ് അതേപോലെ തന്നെ കൊഴുപ്പുണ്ടാവും. നല്ല കൊഴുപ്പാണ് ഈ മീനിന്. അങ്ങനെ കളഞ്ഞ് ഇത് ഈ പറയണ പോലെ വൈറ്റ് കളറായിട്ട് കിട്ടണതിന് ഈ ഒരു വൈറ്റ് ആകുമ്പോഴും നമ്മളിതിനെ നല്ല രീതിയിൽ ഒരതി ക്ലീൻ ചെയ്യും. അപ്പം നമ്മളുടെ ഇനി അടുത്ത പരിപാടി ഇത് നമ്മൾക്ക് കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടു നോക്കുക. അതിൽ നമ്മളിത് പിടിക്കാനുള്ള കുറച്ച് കഷ്ടപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു കഷ്ടപ്പാട് കാണാം. ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പോൾ നല്ല രീതിയിൽ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തതാണ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പവർ ഇറച്ചിയാണ്. ഇറച്ചിക്ക് പവറൊന്നുമില്ല. നല്ല അടിപൊളി സാധനമാണ്. കൊള്ളാം, നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്നുകൂടി കട്ടിട്ട് വേണമെങ്കിൽ ഇനിയും വേണമെങ്കിൽ ഒന്നുകൂടി കഴുകാം. ഇങ്ങനത്തെ എത്ര പീസ് കിട്ടുമെന്ന് അറിയില്ല. ചെറിയ പീസാക്കണം. ചെറിയ പീസാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ എല്ലുള്ള സൈഡിലാണ് നമുക്ക് കുറച്ച് ടൈറ്റ് അനുഭവപ്പെടുന്നത്. പിന്നെ ഈ ഒരു ചെറിയ കത്തി ആയതുകൊണ്ട് നമുക്ക് പിടിക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. നോക്കിയിട്ട് കാര്യമില്ല, നമ്മുടെ കയ്യിൽ വേറെ കത്തി ഉണ്ട്, പക്ഷെ മൂർച്ചല്ല. അപ്പോൾ നമ്മളുടെ മീൻ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഇനി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഉഷാറായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി കുക്കിംഗ് ആണ്. അപ്പോൾ കുക്കിങ്ങിലേക്ക് കിടക്കാം. മീൻ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നോക്കല്ലേ. ഇത് നമ്മളുടെ പഴയ അടുപ്പാണ്. നമ്മുടെ യാത്രക്കൊക്കെ ഉപയോഗിക്കുന്ന അടുപ്പാണ്. ഓ
അടിപൊളിയായിട്ട് കത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വെള്ളം വറ്റിച്ചുണ്ടാക്കുന്ന ഒരു ചെറിയൊരു പെട്ടെന്ന് ഉള്ള പരിപാടി, എളുപ്പം പണിയാണ്. അപ്പോൾ അത് നമ്മൾ ചട്ടി ചൂടാക്കാം, മണ്ണിൻ്റെ ചട്ടി ഉണ്ടാക്കും. ചട്ടി ചൂടാൻ കഴിയും. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മളുടെ മീൻ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. വെളിച്ചെണ്ണ വേണ്ട, അത്യാവശ്യം എണ്ണ വേണം. കാരണം എന്താ വെച്ചാൽ കുറച്ചുള്ളതുകൊണ്ട് കാര്യം നമ്മുടെ ഈ ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഈ ഉള്ളി കഴിഞ്ഞപ്പോൾ കണ്ണെന്ന് വെള്ളം വേണം. അപ്പോൾ ഇങ്ങനെ വലിക്കേണ്ട അവസ്ഥയായി. ചെറിയ ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് ഇതെല്ലാം ഒന്നിച്ച് അരിഞ്ഞ് വെച്ചേക്കുവാണ്. കുത്തിച്ചതച്ചിട്ടൊന്നുമില്ല. ഇഞ്ചി ഉണ്ട് കേട്ടോ, ഒരു കഷ്ണം ഇത്ര പോകുന്നൊരു ഇഞ്ചി ഉണ്ട്, അതിനേ ഉള്ളൂ. അപ്പോൾ എണ്ണ ചൂടായിട്ട് നമുക്ക് നൈസായിട്ട് ഇട്ട് കൊടുക്കാം. ആയിട്ടില്ല, എണ്ണ ചൂടാവുന്നുള്ളൂ. മണ്ണിൻ്റെ ചട്ടിയല്ല, ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചൂടിട്ടാൻ നോക്കും. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്, പുകയാണ് പോകുന്നത്. അതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സാമഗ്രികളൊക്കെ തട്ടിക്കൊടുക്കുക. ഭയങ്കര പോകട്ടെ ഒന്ന് സംഭവം ഇങ്ങനെ പുക വരാൻ എന്താ കാരണം? ഉള്ളി ഇതൊക്കെ ചെന്നപ്പോൾ പുകയൊക്കെ ഒന്ന് മാറി. രണ്ടുള്ള കറിവേപ്പില നമ്മളവിടെ തന്നെ ഉള്ളതാണ്, വീട്ടിലുണ്ടായത് തന്നെയാണ്. അപ്പോൾ അത് ഇട്ടിട്ട് കൂട്ടത്തിലൊന്ന് ഇറക്കി മറിച്ച് കൊടുക്കാം നമുക്ക്. അപ്പം അത്യാവശ്യം വാടിയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് കുറച്ച് പുളിവെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പുളി വേണമല്ലോ. കറിവേപ്പില ചെന്ന് കഴിഞ്ഞാൽ കറിൻ്റെ ആ ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ നല്ല ചേഞ്ചാവും. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് പുളിവെള്ളമാണ്. പുളി വേണം, മീൻകറി ആകുമ്പോൾ കുറച്ച് പുളി ഇല്ലെങ്കിൽ എന്താ മുളക് പൊടി അത്യാവശ്യത്തിന് ഉണ്ടാവും, മല്ലിപ്പൊടി കറിയാണല്ലോ, അപ്പോൾ ഉണ്ടായിക്കോട്ടെ. മഞ്ഞൾ, ഓക്കെ. മഞ്ഞളൊക്കെ ഇത്തരം മീനുകൾക്ക് വെക്കുമ്പോൾ ഞാൻ മഞ്ഞൾ കുറച്ച് കൂടുതൽ ഇടാറുണ്ട്. നമ്മൾ പാടണം, അതുപോലെ തന്നെ കുളത്തു നിന്നൊക്കെ പിടിച്ചിട്ടുള്ള തോട്ടിൽ നിന്നൊക്കെ പിടിച്ചിട്ടുള്ള മീനൊക്കെ ആണെങ്കിൽ മഞ്ഞൾ കുറച്ച് അധികം ഇടാറുണ്ട്. എന്നെ എഴുതി മഞ്ഞൾ ചുവയ്ക്കൊന്നുമില്ല കേട്ടോ, അധികം ഇട്ടൊന്നും എഴുതി ചുവയ്ക്കാൻ മാത്രം ഇടില്ല, മനസ്സിലായോ? ഒരു പാകം, എന്തിനു പാകം ഉണ്ടല്ലോ, ഉപ്പ് വേണമെങ്കിൽ ഇനി ഇടേണ്ടി വരില്ല എന്നൊക്കെ തോന്നുന്നത്. പാകത്തിന് ഇട്ടണം. അങ്ങനെ എല്ലാ മസാലകളും ഇട്ട് നമ്മുടെ കറി അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ചുകൊണ്ട് വേണം. ഇനി ഒന്നുകൂടി മിക്സായിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. അങ്ങനെയെങ്കിൽ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. തോട്ടിലെ മീനായതുകൊണ്ട് തന്നെ, അതായത് ചെറുമീനായതുകൊണ്ട് അധിക നേരം വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന മീനാണ്. ഒറ്റ ആക്കാൻ വേണ്ടി പറ്റുള്ളൂ ഫസ്റ്റത്തെ വട്ടം. പിന്നെ ഈ സാധനം അളക്കാൻ വേണ്ടി പറ്റില്ല, ഉടഞ്ഞു പോകും ഇതിൻ്റെ ഇറച്ചിയെല്ലാം. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി അവൻ തിളക്കട്ടെ, വേവട്ടെ, എന്നിട്ട് നമുക്ക് കുറച്ചായിട്ട് നോക്കാം എന്തായി അവസ്ഥ. ഉപ്പും മല്ലിമുളക് പാകത്തിനുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ചുകൊണ്ട് നോക്കാം. നല്ല ചൂട് ഉണ്ടല്ലോ, ചെറുതായിട്ട് തിളക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ഇളക്കനും കൂടി ആക്കി കൊടുത്താൽ മതി. അടിയിൽ പിടിച്ചാലേ കഴിഞ്ഞു, അധികം വെള്ളമില്ലാത്തതുകൊണ്ട്. എല്ലാം ഉണ്ട്, കുറച്ച് മുളക് പൊടി മാത്രം ഇടണം, അതൊക്കെ ഉണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ കറി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറി ഉഷാറായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് കണ്ടം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എടുത്തോളാം. രണ്ട് കണ്ടം എടുത്തിട്ടുള്ളൂ. എന്താ വെച്ചാൽ അമ്മയും ആര്യയും ഒക്കെ ഉള്ളേ, അപ്പോൾ അവർക്കും നമ്മൾ എടുത്ത് വെക്കണം. മെയിനായിട്ട് അമ്മ അത്ര കണ്ട് തിന്നൂലെങ്കിലും ആയിരിക്കണം. ചൂടാണ്, ഇന്ന് ചൂടാറട്ടെ. സംഭവം ഉഷാറായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്ക് തിന്നാൻ പറ്റുമോ അറിയില്ല, കഴിയുമോ അറിയില്ല.
അതാണ് മുള്ള് പകട വളരെ രസമായിട്ട് ഇവർ ആലയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇനി ഇതെന്താ വെച്ചാൽ ബാക്കി അയ്യോ ചട്ടി ചൂടുണ്ടാവും ബാക്കിയല്ല ഇത് നമുക്ക് എടുത്ത് വെക്കണം. അതുപോലെ തന്നെ സാധനം അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കുരുമുളകൊക്കെ ഇടമാറുന്നു എന്നുള്ളത്. പക്ഷെ കുരുമുളക് നമ്മുടെ അതിൽ ഉണ്ടായിട്ട് പോലും നമ്മൾ ഇട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അതുപോട്ടെ അടുത്തേലോക്കാം. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ ബൈ.